ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് സുനിത. ഞാനിപ്പോൾ ഒരു കാര്യം പറയാനാണ് വന്നത്. കാര്യം വേറൊന്നുമല്ല, ഒരുപാട് പേര് എന്നോട് വീഡിയോയിലും പോസ്റ്റിലുമൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് എന്താ പറ്റിയേ, എപ്പോഴും വീൽ ചെയറിലാണല്ലോ, എന്താ സംഭവിച്ചത് അറിയാനൊരാഗ്രഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ചിലവർക്ക് എന്നോട് ചോദിക്കാൻ മടിയുള്ളതുകൊണ്ട് ചോദിക്കാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ ആരാണെന്നും എന്താണെന്നും എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നും ഒക്കെ വിശദമായിട്ട് തന്നെ പറയാം. നിങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോളിയോ ബാധിച്ചാണ്. 4 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ചാണ്. പോളിയോ ബാധിച്ച് ഫുൾ കിടപ്പായി പോയതാണ്. എന്നുവെച്ചാൽ ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കിടന്നെടുപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഈ സമയത്ത് ഞാൻ ഒരു സ്മരിച്ചു പോവുകയാണ്. കാര്യം ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ജീവനോടെ ഇല്ല. ഒരുപാട് ചികിത്സകൾ അവർക്ക് ഈ ലോകത്ത് എന്തൊക്കെ ചികിത്സകൾ ചെയ്യാം എല്ലാം അവർ ചെയ്തു. മാസങ്ങളോളം വർഷങ്ങളോളം എന്നെ ചികിത്സിച്ചു. അതെല്ലാം കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾ ചെയ്യാനൊക്കെ പ്രാപ്തിയായത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പോലും കഴിവായത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഒരു സങ്കടവും എനിക്കില്ല. ഞാൻ ഇങ്ങനെ ആയാലും എനിക്കൊരു സങ്കടവും ഇല്ല. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുള്ളവളാണ്. ഒരുപാട് തനിച്ചിരിക്കുമ്പോഴൊക്കെ കരയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പേരിലൊരു കണ്ണീർ എൻ്റെ കണ്ണിൽ നിന്ന് വരില്ല. ഒരുപാട് പേരെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ എനിക്കറിയില്ല. ഞാൻ തീയിൽ കുരുത്തത് തന്നെയാണ്. ഒരിക്കലും വെയിലത്ത് വാടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ തകർക്കാനായും തളർത്താനായും ഒരുപാട് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ വേദനിപ്പിക്കുന്നവരുണ്ട്. അവരോടൊക്കെ മൗനമായി മറുപടിയാണ് ഞാൻ ഉയർന്ന് കാണിക്കുന്നവരുടെ മുന്നിൽ ഞാൻ ആരാണെന്നും എന്താണെന്നും ഞാൻ എവിടെ എത്തപ്പെടുമെന്നും എന്നെക്കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല എന്നും ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. അത് മാത്രമാണ് എൻ്റെ മറുപടി. അതിനായി നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതെല്ലാം ഞാൻ